Today we will be discussing about message authentication codes. മെസ്സേജ് ഓതൻറ്റിക്കേഷനുള്ള പല മെത്തേഡ്സ് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു. മെയിനായിട്ട് 3 മെത്തേഡ്സ് നമുക്ക് മെസ്സേജ് ഓതൻറ്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അയച്ച മെസ്സേജ് തന്നെയാണ് റിസീവറിൽ എത്തിയെന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പോൾ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ അപ്ഡേഷൻ ഡിലീഷൻ ഇൻസേർഷൻ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. സോ ദാറ്റ് ഈസ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ മെസ്സേജ് എൻക്രിപ്ഷൻ തന്നെ, അതായത് സിപ്പർ ടെക്സ്റ്റ് തന്നെ നമുക്ക് മെസ്സേജ് ഓതൻറ്റിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാം. ഇനി അതിൽ സെക്കൻഡ് മെത്തേഡാണ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് യൂസ് ചെയ്യുക. അതിന് മാക് കോഡ് എന്നാണ് നമ്മൾ പറയുക. സോ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണോ ആ മെസ്സേജിൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം അല്ലെങ്കിൽ മാക് എന്ന് പറയുന്നത്. മാക് ഫംഗ്ഷൻ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ്. അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ നമ്മൾ ആ ഇൻപുട്ട് മെസ്സേജ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് മെസ്സേജാണോ ആ മെസ്സേജിൽ അപ്ലൈ ചെയ്യുന്നു. ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞതിലൊക്കെ മെസ്സേജ് മാത്രമേ ഇൻപുട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കേസിൽ അഡീഷണൽ ആയിട്ടൊരു കമ്പോണൻ്റ് കൂടി നമ്മൾ ഇൻപുട്ടായിട്ട് വേണം. ദാറ്റ് ഈസ് എ സീക്രട്ട് കീ ഈസ് ഓൾസോ നീഡഡ്. അപ്പോൾ നമ്മളുടെ മെസ്സേജും പ്ലസ് എ സീക്രട്ട് കീ, അപ്പോൾ ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ മാക് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ടെണ്ണം കൂടി പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ടൊരു ഫിക്സഡ് സൈസ് വാല്യൂ റിട്ടേൺ ചെയ്യും. ആ വാല്യൂവിന് നമ്മൾ പറയുന്നതാണ് ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം അല്ലെങ്കിൽ മാക് വാല്യൂ. അപ്പോൾ ഓരോ പ്രാവശ്യം ഒരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് എന്ത് കമ്പ്യൂട്ട് ചെയ്യുക, ഈ മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മാക് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നതാണ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. മാക് ഈക്വൽ ടു CF_K_M. എം എന്ന് പറയുന്നത് നമ്മളുടെ മെസ്സേജ്. ഇനി ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എയും ബിയും ആണെങ്കിൽ അവർ ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സീക്രട്ട് കീ, അതാണ് ഈ കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീയും ഈ മെസ്സേജും ഉണ്ടെങ്കിലേ നമുക്ക് ഈ സി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് സി എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ മാക് ഫംഗ്ഷൻ മെസ്സേജും ഈ സീക്രട്ട് കീയും ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മാക് വാല്യൂ, MAC എന്ന് പറഞ്ഞ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ്. നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ മാക്ക് കൂടി നമ്മൾ അപ്പൻഡ് ചെയ്തിട്ട് അയക്കണം. അപ്പോൾ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇഫ് എ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബി, അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം എന്ത് ഷെയർ ചെയ്യണം, ഈ കെ എന്ന് പറഞ്ഞ കീ ഷെയർ ചെയ്യണം. ഈ നെക്സ്റ്റ് എ നമ്മൾ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് തന്നെ എ എന്ത് കമ്പ്യൂട്ട് ചെയ്യണം, ഈ പർട്ടിക്കുലർ ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്ത് മാക് വാല്യൂ ജനറേറ്റ് ചെയ്യണം. ഇനി നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിൻ്റെ കൂടെ ഈ മാക് വാല്യൂ കൂടി അപ്പൻഡ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി ബിയിലെത്തിക്കഴിയുമ്പോൾ ബിക്ക് മെസ്സേജും കിട്ടി, ഈ കമ്പ്യൂട്ട് ചെയ്ത മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡിൻ്റെ വാല്യൂവും കിട്ടി. ഇനി അവിടെ റിസീവ് ചെയ്ത മെസ്സേജിൽ നിന്ന് സെയിം മാക് അഗെയിൻ റീകമ്പ്യൂട്ട് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് റിസീവ് ചെയ്തതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. So that is when A has a message to send to B, it calculates the MAC as a function of message and key. അപ്പോൾ മെസ്സേജ് പ്ലസ് മാക് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, റെസിപ്പിൻ്റെ കയ്യിൽ അത് കിട്ടുന്നു. റെസിപ്പിൻ്റെ എന്താ ചെയ്യുക, ഇറ്റ് പെർഫോംസ് ദ സെയിം കാൽക്കുലേഷൻ ഓൺ ദിസ് റിസീവ്ഡ് മെസ്സേജ്. അപ്പോൾ ഒറിജിനൽ മെസ്സേജിൽ മാക് കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ മെസ്സേജ് അപ്പൻഡ് ചെയ്തു, അതിൻ്റെ പുറകിൽ മാക്, എന്നിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി റിസീവർ സൈഡിൽ എന്ത് ചെയ്യണം, അവിടെ റിസീവ് ചെയ്ത മെസ്സേജിന് അവിടെ മാക് കമ്പ്യൂട്ട് ചെയ്യുക. ഇനി ആ കമ്പ്യൂട്ടഡ് മാക്കും ഈ ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത മാക്കും കമ്പയർ ചെയ്ത് നോക്കുക. സോ ദാറ്റ് ഈസ് റിസീവ്ഡ് മെസ്സേജിൽ അഗെയിൻ സെയിം കാൽക്കുലേഷൻ പെർഫോം ചെയ്യുക യൂസിങ് ദ സെയിം സീക്രട്ട് കീ. നമ്മൾ ഫസ്റ്റ് മാക് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ കീ ഉപയോഗിച്ച് തന്നെയാണ് റിസീവർ സൈഡിൽ നമ്മൾ മാക് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മാക് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നു, ഇനി ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത മാക് വാല്യൂ അവിടെ റിസീവ് ചെയ്ത മാക് വാല്യൂ കൂടി കമ്പയർ ചെയ്യുന്നു. അതാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി രണ്ട് മാക് വാല്യൂസ് മാച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, റിസീവർ ഈസ് അഷ്യൂർഡ് ദാറ്റ് എ മെസ്സേജ് ഹാസ് നോട്ട് ബീൻ ഓൾട്ടർഡ്. അപ്പോൾ റെസിപ്പിയൻ്റ് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും, അയച്ച മെസ്സേജിൽ ചേഞ്ച് ഒന്നും ഇല്ലാണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസീവറിന് എത്തിയിട്ടുള്ള എന്നുള്ളത് ഇൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻറ്ററിലുണ്ടായിരുന്ന മാക് വാല്യൂയും റിസീവറിൽ കിട്ടി കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് കമ്പയർ ചെയ്ത മാക് വാല്യൂയും ഐഡൻറ്റിക്കൽ ആണെങ്കിൽ സെയിം ആണെങ്കിൽ ദാറ്റ് മീൻസ് മെസ്സേജ് ഓൾട്ടർ ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അപ്ഡേഷനോ മോഡിഫിക്കേഷൻ ഇൻസേർഷൻ ഡിലീഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അയച്ച മെസ്സേജ് തന്നെയാണ് അവിടെ കിട്ടിയെന്നുള്ളത് ഇൻഷുർ ചെയ്യാം. ഇനി സെക്കൻഡ്, ദ റിസീവർ ഇസ് അഷ്യൂർഡ് ദാറ്റ് എ മെസ്സേജ് ഈസ് ഫ്രം ദ അലീഗ് സെൻറ്റർ. അപ്പോൾ അലീഗ് സെൻറ്റർ ഇൻ ദ സെൻസ് ക്ലെയിം സെൻറ്റർ. അപ്പോൾ ആരാണോ ഇത് അയച്ചതെന്ന് കരുതുന്നത് ആ ആൾ തന്നെയാണ് ഇത് അയച്ചിട്ടുള്ളതെന്ന് റിസീവറിന് ഇൻഷുർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും, ഈ എ ആണ് ബിക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് കരുതുക. അപ്പോൾ എയും ബിയും ഷെയർ ചെയ്യുന്ന ഒരു സീക്രട്ട് കീ കൂടി ഈ മാക്കിൻ്റെ കാൽക്കുലേഷനുള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീക്രട്ട് കീ എയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ബി അല്ലാണ്ട് രണ്ടാമതുള്ളത് എയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിക്ക് എന്ത് ഇൻഷുർ ചെയ്യാൻ പറ്റും, ഈ കീ ഉപയോഗിച്ച് അയക്കണം എന്നുണ്ടെങ്കിൽ അത് ആർക്ക് അയക്കാൻ പറ്റൂ, ഈ എ എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ അയക്കാൻ പറ്റൂ. സോ അയച്ച ആൾ ആരാണെന്നാണോ ക്ലെയിം ചെയ്യുന്നത് ആൾ തന്നെയാണ് അയച്ചതെന്നുള്ളതും ഇൻഷുർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല മെസ്സേജ് ഓൾട്ടർ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല മെസ്സേജിൽ നമ്മൾ സീക്വൻസ് നമ്പർ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസീവറിന് കറക്റ്റ് പ്രോപ്പർ സീക്വൻസിലാണോ അത് റിസീവ് ചെയ്തതെന്ന് കൂടി ഇൻഷുർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ പ്രോസസ് ഓഫ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് യൂസ് ഫോർ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് അയക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഏതാണോ
അതിന് ആദ്യം മാക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2 ഇൻപുട്ട്സ് വേണം, നമ്മളുടെ മെസ്സേജും പ്ലസ് എ സീക്രട്ട് കീ, റെസിപ്പിയൻറ്റുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സീക്രട്ട് കീ. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് മാക് കമ്പ്യൂട്ട് ചെയ്യുന്നു, മെസ്സേജിൻ്റെ കൂടെ നമ്മൾ അപ്പൻഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഫസ്റ്റ് വൺ ഈസ് ഫോർ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ. ഇപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞ എ, ഡെസ്റ്റിനേഷൻ ഈസ് ബി, എം എന്ന് പറഞ്ഞ മെസ്സേജാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെസ്സേജിൽ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ സി അപ്ലൈ ചെയ്തു. സി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ, മെസ്സേജ് ഓതൻറ്റിക്കേഷൻ ഫംഗ്ഷൻ, നല്ല മാക് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഈ സി ഫംഗ്ഷന് 2 ഇൻപുട്ട്സ് എന്നാണ് പറഞ്ഞത്. ഒന്ന് മെസ്സേജും വേണം, ഒന്ന് അഡീഷണൽ ആയിട്ടൊരു സീക്രട്ട് കീയും വേണം. അപ്പോൾ ഒന്ന് മെസ്സേജ്, രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന സീക്രട്ട് കീ ആണ് ഈ കെ. ഇനി ഇതേ കീ ആരുടെ കയ്യിലും ഉണ്ടാവണം, ഈ ഡെസ്റ്റിനേഷൻ്റെ കയ്യിലും ഉണ്ടാവും. ഇവിടെ നമ്മൾ അതേ കീ തന്നെയാണ് അവിടെയും കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജിന് ആദ്യം എടുത്തു, നമ്മളുടെ മാക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, യൂസിങ് ദ ഇൻപുട്ട് ഫംഗ്ഷനും മെസ്സേജും കീയും യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടി. ഞാൻ റിസൾട്ടിന് ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ഒരു സിമ്പിൾ അപ്പൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മെസ്സേജും നമ്മൾ ഈ കമ്പ്യൂട്ട് ചെയ്ത മാക് വാല്യൂയും കൂടി അപ്പൻഡ് ചെയ്തു, എന്നിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ആയി പോയിട്ടുള്ളത്. ദറ്റ് ഈസ് മെസ്സേജ് പ്ലസ് അതിൻ്റെ കൂടെ എന്തുണ്ട്, നമ്മളെ മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത്. സി എന്ന് പറഞ്ഞ മാക് ഫംഗ്ഷൻ അപ്ലൈഡ് വിത്ത് മെസ്സേജ് ആൻഡ് കീ. അപ്പോൾ അത് മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ട് നമ്മളാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്. അപ്പോൾ റിസീവർ സൈഡിൽ അത് കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളിവിടെ എൻക്രിപ്ഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, മെസ്സേജ് അങ്ങനെ തന്നെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ മെസ്സേജും പ്ലസ് അതിൻ്റെ കൂടെ എന്താ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്, ഈ മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് കൂടി അതിൻ്റെ അവിടെ അപ്പൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി ഡെസ്റ്റിനേഷൻ സൈഡിൽ എന്താ ചെയ്യുക, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ അവിടെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ഈ കിട്ടിയ മെസ്സേജ്, ഇവിടെ ഉപയോഗിച്ച മെസ്സേജ് തന്നെയാണ് അവിടെ കിട്ടിയ എന്നുള്ളത് എൻഷുർ ചെയ്യാനാണ് നമ്മൾ ഈ പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെസ്സേജിനെ തന്നെ നമ്മൾ അഗെയിൻ നമ്മളുടെ മാക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. മെസ്സേജും നമ്മളിവിടെ ഇവിടുന്ന് സെൻറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സീക്രട്ട് കീ തന്നെ റിസീവറും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ കീ തന്നെ ഇവിടെ ഉപയോഗിച്ച് സി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു മാക് വാല്യൂ ജനറേറ്റ് ചെയ്തു അവർ കിട്ടിയ മെസ്സേജിൽ നിന്ന്. ഇനി നമ്മളിവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തൊരു മാക് വാല്യൂ എവിടെയുണ്ട്, ഈ മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പൻഡ് ചെയ്തത് എന്ന മാക് വാല്യൂവും ഇവിടെ കിട്ടിയ മെസ്സേജിൽ നിന്ന് ജനറേറ്റ് ചെയ്ത മാക് വാല്യൂവും കൂടി കമ്പയർ ചെയ്യാം. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. എ അയച്ച മെസ്സേജ് തന്നെയാണ് ബിക്ക് കിട്ടിയെന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നില്ല, മെസ്സേജ് നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വിട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മാക് കോഡും കൂടെ അപ്പൻഡ് ചെയ്ത് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സീക്രസി എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് ആർക്ക് വേണമെങ്കിലും മെസ്സേജ് റീഡബിൾ ആവാം. അപ്പോൾ അതും കൂടി നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി കൂടി എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം, എൻക്രിപ്ഷനും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡിൽ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തും കൂടെ വരുന്നു, കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ സീക്രസി എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഈ ഫിഗറിൽ നോക്കി, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പോർഷൻ, ഇതായി കാണുന്ന ഇത്രയും പോർഷൻ നമ്മൾ മുകളിൽ കണ്ട അതേ പോർഷനാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം മെസ്സേജ് എടുത്തു, മാക് കോഡ് കമ്പ്യൂട്ട് ചെയ്തു യൂസിങ് ദ മെസ്സേജ് ആൻഡ് ദ കീ K1. എന്നിട്ട് മെസ്സേജിൻ്റെ കൂടെ എന്താ അപ്പൻഡ് ചെയ്തു, ജനറേറ്റ് ചെയ്ത മാക് കോഡ് അപ്പൻഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ വി ആർ പെർഫോമിങ് ആൻ എൻക്രിപ്ഷൻ യൂസിങ് ദ കീ K2. നമ്മളൊരു സിമെട്രിക് എൻക്രിപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻക്രിപ്ഷൻ, ഇത് കറസ്പോണ്ടിങ് ഡിക്രിപ്ഷൻ, രണ്ടിടത്ത് ഉപയോഗിക്കുന്നത് സെയിം കീ K2. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്പൻഡ് ചെയ്ത മെസ്സേജ് നേരെ അയക്കുന്നതിന് പകരം അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി എൻക്രിപ്റ്റ് ചെയ്തു യൂസിങ് ദ കീ K2. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കമ്പോണൻറ്റ്. ഫസ്റ്റ് എന്താണ്, ആദ്യം നമ്മുടെ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തതിലൊക്കെ ആയിരുന്നു എമ്മിലും K1ലും. അതാണ് ഈ ഒരു പോർഷൻ, മാക് ഫംഗ്ഷൻ അപ്ലൈഡ് ഓൺ മെസ്സേജ് എം വിത്ത് കീ K1. ഇനി അതിന് എന്തിൻ്റെ കൂടെയാണ് നമ്മൾ അപ്പൻഡ് ചെയ്തത്, നമ്മൾ ഒറിജിനൽ മെസ്സേജിൻ്റെ കൂടെയാണ് അപ്പൻഡ് ചെയ്തത്. അതാണ് ഈ ഒരു പോർഷൻ, മെസ്സേജ് അപ്പൻഡഡ് വിത്ത് ദ മാക് വാല്യൂ. ഇനി ഇത്രയും പോർഷൻ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാണ് യൂസിങ് ദ കീ K2. അതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജ്. ഇനി ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിൽ എത്തിക്കഴിയുമ്പോഴോ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചേക്കുന്ന K2 എന്ന് പറഞ്ഞ കീ യൂസ് ചെയ്തതാണ്. അപ്പോൾ റിസീവർ സൈഡിൽ നമ്മൾ അതേ സിമെട്രിക് കീ യൂസ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്യാം. സോ K2 ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കിട്ടും, ഇത്രയും പോർഷൻ കിട്ടും, ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള പോർഷൻ, ദാറ്റ് ഈസ് മെസ്സേജും ഉണ്ട്, അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത മാക് കോഡും ഉണ്ട്. അപ്പോൾ അതാണ് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യണം, മാക് കോഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മളവിടെ റിസീവ് ചെയ്ത മെസ്സേജിൻ്റെ മാക് കോഡ് കമ്പ്യൂട്ട് ചെയ്യാം യൂസിങ് ദ സെയിം ഫംഗ്ഷൻ സി. ഇനി ഇവിടെ നമ്മൾ മാക് കമ്പ്യൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച് കീ K1 ആയിരുന്നു, അതേ K1 തന്നെ ആയിരിക്കണം റിസീവറും യൂസ് ചെയ്യണം. അപ്പോൾ അതേ K1 യൂസ് ചെയ്തിട്ട് ഇവിടെ അഗെയിൻ മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു, ഇവിടെ റിസീവ് ചെയ്ത മെസ്സേജിൻ്റെ. അപ്പോൾ ആ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടുന്ന മാക് വാല്യൂയും ഇവിടെ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത മാക് വാല്യൂ കൂടി കമ്പയർ ചെയ്ത് നോക്കുക. ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. പിന്നെ ഇവിടെ നമ്മൾ എൻക്രിപ്ഷൻ കൂടി യൂസ് ചെയ്യുന്നത് കൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കൂടി നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് ലാസ്റ്റ് 2 ടേംസ് പറഞ്ഞിട്ടുണ്ട്, ഓതൻറ്റിക്കേഷൻ ടൈഡ് ടു പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ പോർഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഫസ്റ്റ് പോർഷൻ.
അപ്പോൾ മാക് കോഡ് കമ്പ്യൂട്ട് ചെയ്ത് എവിടെയാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലാണ് കമ്പ്യൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഓതൻറ്റിക്കേഷൻ ഇസ് ടൈഡ് ടു പ്ലെയിൻ ടെക്സ്റ്റിന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ ക്യാൻ ബി ടൈഡ് ടു സിഫർ ടെക്സ്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ എന്ത് ചെയ്തു, ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ ചെക്സം അല്ലെങ്കിൽ മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു, എന്നിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. ഈ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എൻക്രിപ്ഷൻ ചെയ്യുക ആൻഡ് ദെൻ അതിൽ മാക് കമ്പ്യൂട്ട് ചെയ്യുക. അതാണ് തേർഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓതൻറ്റിക്കേഷൻ ടൈഡ് ടു സിഫർ ടെക്സ്റ്റ്. ഉണ്ടല്ലോ ഡിഫറൻസ്. നേരത്തെ പറഞ്ഞാൽ ഡിഫറൻസ് വന്നത് എന്തായിരുന്നു, നമുക്ക് ലാസ്റ്റ് ഫിഗറിൽ ഈ ഒരു പോർഷനായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഹാഫ്, അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ എൻക്രിപ്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മാക് കമ്പ്യൂട്ട് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റിലായിരുന്നു. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്, മാക് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ സിഫർ ടെക്സ്റ്റ്, അല്ലെങ്കിൽ എൻക്രിപ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ മാക് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓതൻറ്റിക്കേഷൻ ആൻഡ് ദെൻ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ എൻക്രിപ്ഷൻ, ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി. ഫസ്റ്റ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് മെസ്സേജിനെ നമ്മൾ ഇനിഷ്യലി എൻക്രിപ്റ്റ് ചെയ്യുന്നു യൂസിങ് ദ കീ K2. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, സിഫർ ടെക്സ്റ്റ് കിട്ടി. അപ്പോൾ ആ സിഫർ ടെക്സ്റ്റിലാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്, നെക്സ്റ്റ് നമ്മളുടെ മാക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു വിത്ത് ദ കീ K1. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ഈസ് ടൈഡ് ടു സിഫർ ടെക്സ്റ്റ്. ഇതാണ് നമ്മളുടെ ഓതൻറ്റിക്കേഷൻ്റെ പാർട്ട്. ഓതൻറ്റിക്കേഷന് വേണ്ടിയാണ് നമ്മൾ മാക് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന്. അപ്പോൾ ഇവിടെ നമ്മൾ സിഫർ ടെക്സ്റ്റിൻ്റെ കൂടെയാണ് ഓതൻറ്റിക്കേഷൻ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓതൻറ്റിക്കേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു സി എന്ന് പറയുന്നത് വിത്ത് ഇൻപുട്ട് സിഫർ ടെക്സ്റ്റ് ആൻഡ് കീ K1. അപ്പോൾ നേരത്തെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റും കീയും ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ എന്താ ഡിഫറൻസ്, സിഫർ ടെക്സ്റ്റും കീയും ആയി. ഈ കമ്പ്യൂട്ട് ചെയ്ത ചെക്സം വാല്യൂ നമ്മുടെ എൻക്രിപ്റ്റഡ് മെസ്സേജിൻ്റെ കൂടെയാണ് അപ്പൻഡ് ചെയ്യുന്നത്. അപ്പോൾ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്ത പോർഷൻ മുകളിൽ വരും, ഇനി ഈ എൻക്രിപ്റ്റഡ് മെസ്സേജിൻ്റെ മാക് വാല്യൂ അതിൻ്റെ കൂടെ താഴെ വരും. അപ്പോൾ ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കമ്പോണൻറ്റ്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്താണ് ഈ കാണുന്നത്, ഇവിടെ എന്താ വരിക, എൻക്രിപ്റ്റഡ് മെസ്സേജ് എന്ന് പറഞ്ഞ മെസ്സേജിനെ K2 എന്ന് പറഞ്ഞ കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എം എന്ന് പറഞ്ഞ മെസ്സേജിനെ K2 എന്ന് പറഞ്ഞ കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തു. അതാണ് നമ്മളുടെ ഫസ്റ്റ് പോർഷൻ. മെസ്സേജ് പ്ലെയിൻ ആയിട്ടല്ല എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു കമ്പോണൻ്റ് കൂടി അപ്പൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് അപ്പൻഡ് ചെയ്യുന്നത്, നമ്മളുടെ സിയുടെ വാല്യൂ. ഈ സിയുടെ വാല്യൂ എന്തിലാണ് കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ എൻക്രിപ്ഷൻ റിസൾട്ടിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ സിഫർ ടെക്സ്റ്റിലാണ് നമ്മൾ ചെക്സം കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് ആദ്യം ഈ പോർഷൻ എന്താണ്, നമ്മളുടെ സിഫർ ടെക്സ്റ്റ്. മെസ്സേജിനെ K2 ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സിഫർ ടെക്സ്റ്റ് കിട്ടും. ഇനി ആ സിഫർ ടെക്സ്റ്റും K1 എന്ന് പറഞ്ഞ കീയും കൂടെ യൂസ് ചെയ്ത് നമ്മൾ മാക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. അതാണ് നമ്മളുടെ സെക്കൻഡ് പോർഷൻ, അല്ല അപ്പൻഡ് ചെയ്തിട്ടുള്ള പോർഷൻ. ഇനി റിസീവർ സൈഡിൽ എന്ത് ചെയ്യണം, നമ്മൾ എൻക്രിപ്റ്റഡ് മെസ്സേജിനെ നമുക്ക് നോർമലി ഡീക്രിപ്റ്റ് ചെയ്യാം. എൻക്രിപ്റ്റ് ചെയ്ത് ഏത് ഉപയോഗിച്ചായിരുന്നു, K2 ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതേ K2 ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തു, ആൾക്കാർ എന്ത് കിട്ടി, മെസ്സേജ് കിട്ടി. ഇനി നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചെക്സം വാല്യൂസ് മാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ചെക്സം വാല്യൂ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത വാല്യൂ നമുക്ക് ഈ കൂട്ടത്തിലുണ്ട്. എൻക്രിപ്റ്റഡ് മെസ്സേജിൻ്റെ ചെക്സമാണ് നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ കിട്ടിയ എൻക്രിപ്റ്റഡ് മെസ്സേജ് നമ്മുടെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻക്രിപ്റ്റഡ് മെസ്സേജ് ഫോളോഡ് ബൈ, അല്ല അതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ ചെക്സമാണ്. ഇവിടെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, ഈ ചെക്സം നമ്മൾ വീണ്ടും റിസീവർ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എൻക്രിപ്റ്റഡ് മെസ്സേജിൻ്റെ ചെക്സം യൂസിങ് കീ K1 അത് നമ്മളിവിടെ ഒന്നുകൂടി കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ എൻക്രിപ്റ്റഡ് മെസ്സേജ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുണ്ട്, അതാണ് EF K2, M എന്ന് പറയുന്നത്. സോ M എന്ന് പറഞ്ഞ മെസ്സേജിനെ K2 എന്ന് പറഞ്ഞ കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തതാണ് ഈ പോർഷൻ. ഇനി അതിനെന്ത് കമ്പ്യൂട്ട് ചെയ്യുക, നമ്മളുടെ ചെക്സം ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ മാക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക യൂസിങ് ദ കീ K1. അപ്പോൾ ഈ K1 ഉപയോഗിച്ച് നമ്മളിവിടെ മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. ഇനി ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തൊരു മാക് വാല്യൂ ഉണ്ട് ഇതേ എൻക്രിപ്റ്റഡ് മെസ്സേജിൻ്റെ. അപ്പോൾ അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ട് കേസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്, എൻക്രിപ്റ്റഡ് മെസ്സേജിൻ്റെ മാക് വാല്യൂ ആണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തത്. ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കിട്ടിയ എൻക്രിപ്റ്റഡ് മെസ്സേജിന് വീണ്ടും മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഈ രണ്ട് മാക് വാല്യൂസും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മെസ്സേജ് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. ഇനി കോൺഫിഡൻഷ്യാലിറ്റി എന്തുകൊണ്ടാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, ബിക്കോസ് വി ആർ യൂസിങ് ആൻ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഇൻ എ സിമെട്രിക് മെത്തേഡ് യൂസിങ് ദ കീ K2. നേരത്തെ പറഞ്ഞ ഫിഗറിലാണെങ്കിൽ ഓതൻറ്റിക്കേഷൻ വാസ് ടൈഡ് ടു പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ കൂടെയായിരുന്നു നമ്മൾ മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് അപ്പൻഡ് ചെയ്ത് വിട്ടത്. ഇനി സെക്കൻഡ് മെത്തേഡിലാണെങ്കിലോ നമ്മൾ ഫസ്റ്റ് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്തു ജനറേറ്റ് ചെയ്ത് സിഫർ ടെക്സ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ മാക് വാല്യൂ, സിഫർ ടെക്സ്റ്റിൻ്റെ മാക് വാല്യൂ ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് authentication tied to ciphertext. So that's all of message authentication code for the process of authentication of a message. അല്ലെങ്കിൽ മെസ്സേജ് അയച്ച മെസ്സേജിന് മോഡിഫിക്കേഷനോ ചേഞ്ചോ അപ്ഡേഷൻ ഇൻസേർഷൻ ഡിലീഷനോ ഒന്നും ഇല്ലാണ്ട് അയച്ചത് തന്നെയാണ് കറക്റ്റായിട്ട് റിസീവറിൽ എത്തിയെന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് മെത്തേഡാണ് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ്. മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ് അല്ലെങ്കിൽ മാക് കോഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് മുന്നിലുള്ള 3 റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്.
ഇനിയിപ്പോൾ ഒപ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി മെസ്സേജ് ഒബ്സർവ് ചെയ്യും. അതുപോലെ തന്നെ ആ മാക് വാല്യൂവും ആൾ ഒബ്സർവ് ചെയ്യുമെന്ന് കരുതുക. സോ മാക്കും മെസ്സേജും ഒരു ഒപ്പോണൻ്റ് തേർഡ് പാർട്ടിയുടെ കയ്യിൽ കിട്ടിയെങ്കിൽ ഇറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടേഷണലി ഇൻഫീസിബിൾ ഫോർ ആൻ ഒപ്പോണൻറ്റ് ടു കൺസ്ട്രക്ട് ദ മെസ്സേജ് എം ഡാഷ്. അപ്പോൾ ഒരു മാക് വാല്യൂവും അതിൻ്റെ കറസ്പോണ്ടിങ് മെസ്സേജും ആളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതേ മാക്കുള്ള വേറൊരു മെസ്സേജ് എം ഡാഷിന് ആൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റരുത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടാഗ് എന്ന് പറഞ്ഞാൽ മാക് വാല്യൂ തന്നെ, ഈ ടാഗിനെ മാച്ച് ചെയ്യുന്ന ഒരു പുതിയ മെസ്സേജ് റീകൺസ്ട്രക്ട് ചെയ്യാൻ ഒപ്പോണൻറ്റിനെ കൊണ്ട് പറ്റരുത്, ആൾക്ക് കീ അറിയത്തില്ലെങ്കിൽ പോലും. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് റിക്വയർമെൻറ്റ്. ഈ സെക്കൻഡ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക് ഫംഗ്ഷൻ, മാക് ഓഫ് കെ കോമ എന്ന് പറഞ്ഞ മാക് ഫംഗ്ഷൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡമായിട്ട് 2 മെസ്സേജുകൾ എമ്മും എം ഡാഷും ചൂസ് ചെയ്യണം. ഈ എമ്മിൻ്റെയും എം ഡാഷിൻ്റെയും മാക് വാല്യൂ ഈക്വൽ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 2⁻n വേർ n ഇസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ടാഗ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാക് വാല്യൂ തന്നെയാണ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാഗിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് ഈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിക്വയർമെൻറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒപ്പോണൻറ്റിന് കെ അറിയത്തില്ല, പക്ഷേ ആൾക്ക് മാക് വാല്യൂ ആളുടെ കയ്യിലുണ്ടെന്ന്, മാക് ഫംഗ്ഷൻ ആളുടെ കയ്യിലുണ്ടെന്ന് കരുതുക. അപ്പോൾ ആൾക്ക് ഈ മാക് ഫംഗ്ഷനിലേക്ക് പല മെസ്സേജസുകൾ ഇൻപുട്ട് കൊടുത്തിട്ടൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പല മെസ്സേജുകൾ ട്രൈ ചെയ്ത് നോക്കും. ഒരു പർട്ടിക്കുലർ ടാഗ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മാക് വാല്യൂ മാച്ച് ചെയ്യുന്ന ഒരു മെസ്സേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക് ഫംഗ്ഷൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും ഓൾമോസ്റ്റ് 2⁻n-1 അറ്റംപ്റ്റ്സ് കഴിഞ്ഞ് മാത്രമേ ആൾക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു പർട്ടിക്കുലർ ടാഗിനെ ഫിറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദിസ് ഈസ് എ സെക്കൻഡ് റിക്വയർമെൻറ്റ്. തേർഡ് ആൻഡ് ലാസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ മെസ്സേജാണ് എം എന്ന് പറഞ്ഞാൽ ഈ എമ്മിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. അതായത് സപ്ലൈങ് ഫ്രം ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ, അത് ഞാൻ ഈ എഫ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാൻ. അപ്പോൾ എമ്മിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് എം ഡാഷ് എന്ന് പറഞ്ഞ പുതിയൊരു മെസ്സേജ് ജനറേറ്റ് ചെയ്യാൻ. ഇനി ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ കുറച്ച് ബിറ്റ് അല്ലെങ്കിൽ ഒരു ബിറ്റ് അല്ലെങ്കിൽ 2 ബിറ്റ് അല്ലെങ്കിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ബിറ്റ്സിനെ ഇൻവേർട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ആവാം ഈ എഫ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഒറിജിനൽ മെസ്സേജ് എം അതിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളതാണ് എം ഡാഷ്. ഇനി ഈ എമ്മിൻ്റെയും എം ഡാഷിൻ്റെയും മാക് വാല്യൂ ഈക്വൽ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് മസ്റ്റ് ബി ഓൾസോ ഈക്വൽ ടു 2⁻n വേർ n ഇസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ടാഗ്. അപ്പോൾ ഇത് മൂന്നുമാണ് മാക് ഫംഗ്ഷൻ്റെ റിക്വയർമെൻറ്റ്സ്. താങ്ക് യു.